ലേഖനം 9-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. രാജാക്കന്മാരെ നിയന്ത്രിക്കുന്നത് ആരാണ്, രാജാക്കന്മാരുടെ ഹൃദയത്തെ തിരിച്ചുവിടുന്നത് ആരാണെന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. 9-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ നാം എന്തു പറയണ്ടു? ദൈവത്തിന്റെ പക്കൽ അനീതി ഉണ്ടോ? ഒരു നാളുമില്ല. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്തിലത്രേ സകലവും സാധിക്കുന്നത്. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് എന്ന് നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ എന്ന് തിരുവെഴുത്തിൽ ഫറവോനോട് അരുളി ചെയ്യുന്നു. കണ്ടോ? അപ്പൊ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി ആ ഫറവോനെ ആ മിസ്രൈമിൽ നിർത്തിയത് ദൈവമാണ്. എന്തിനു വേണ്ടി? ഫറവോനെ അങ്ങനെ ഹൃദയകാഠിന്യമുള്ളവനാക്കി തീർത്തതിന്റെ പിന്നിലെ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? രാജാക്കന്മാരുടെ ഹൃദയത്തെ നിയന്ത്രിക്കുന്നത്, അവരുടെ ഹൃദയങ്ങളെ നീർച്ചാലുകളെ പോലെ തിരിച്ചുവിടുന്ന ദൈവമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളല്ല, ദൈവത്തിന്റെ പദ്ധതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഫറവോനെ നിർത്തിയത് എന്തിനു വേണ്ടി? ദൈവത്തിന്റെ മഹത്വം. അവിടെ കാണുന്ന വായിക്കുന്നത്, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവഭൂമിയിലും പ്രസ്താവപ്പെടേണ്ടതിനും ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു. രാജാക്കന്മാരെ നിർത്തുന്നതും രാജാക്കന്മാരെ വീഴിക്കുന്നതുമെല്ലാം നമ്മുടെ അത്യുന്നതനായ ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. എന്തിനു വേണ്ടി നിർത്തി? ഹല്ലേലൂയ. ഫറവോനെ എന്തിനു വേണ്ടി നിർത്തി? ദൈവത്തിന്റെ ശക്തി കാണിക്കുവാൻ, സർവഭൂമിയിലും ഹല്ലേലൂയ ദൈവത്തിന്റെ നാമം വെളിപ്പെടുത്തുവാൻ ദൈവം രാജാക്കന്മാരെ അവിടെ കർത്താവ് നിർത്തി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അവരുടെ ഹൃദയം ആരുടെ കയ്യിലിരിക്കുന്ന? ദൈവത്തിന്റെ കരത്തിലാണ് ഇരിക്കുന്നത്. ദൈവം എന്ത് ചെയ്യുന്നു? തനിക്കിഷ്ടമുള്ളിടത്തേക്ക് അതിനെ തിരിച്ചു വിടുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ദൈവമാണ് രാജാക്കന്മാരെയും ദൈവമാണ് അധികാരികളെയും നിയന്ത്രിക്കുന്നതും നിർത്തുന്നതും. ഹല്ലേലൂയ. പലപ്പോഴും ചിലപ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ഈ മനുഷ്യനൊന്ന് മാറ്റിയാൽ നന്നായിരുന്നു. അയ്യോ, ഈ മനുഷ്യനെ കൊണ്ട് ഞങ്ങൾ സഹിച്ചു മടുത്തു, അദ്ദേഹത്തിൽ നിന്ന് മാറ്റിയാൽ നന്നായിരുന്നു. പക്ഷേ ദൈവമാണ് അവരെ നിർത്തിയത്. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ നാമം അവനിൽ വെളിപ്പെടുവാൻ, ദൈവത്തിന്റെ ശക്തി അവനിൽ വെളിപ്പെടുവാൻ, ദൈവം ആരാണെന്ന് ലോകം മുഴുവൻ അറിയുവാൻ, ദൈവത്തിന്റെ നാമം വ്യാപിക്കുവാൻ ദൈവം നിർത്തിവച്ചിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം രാജാക്കന്മാരുടെ ഹൃദയം ആരുടെ കയ്യിലിരിക്കുന്ന? ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നത്. ദൈവം അത് ഇഷ്ടമുള്ളിടത്തേക്ക് എന്ത് ചെയ്യുന്നു? തിരിച്ചുവിടുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകം എടുത്ത് വായിച്ചാലും ആ രാജാക്കന്മാരെ കുറിച്ച് എവിടെയെല്ലാം എഴുതിയിട്ടുണ്ടോ അവിടെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെയും നമുക്ക് രാജാക്കന്മാർ, നെബൂഖദ്നേസർ രാജാവിനെ കാണാം, ദാരിയോസ് രാജാവിനെ കാണാം, ബെൽഷസ്സർ രാജാവിനെ കാണാം. ഇവരെല്ലാം നമുക്ക് തോന്നും അവരുടെ ഇഷ്ടത്തിനായിരുന്നു അവർ ഓടിയത്. അല്ല, അവരുടെ ഹൃദയത്തെ തിരിച്ചുവിടുന്ന അല്ലെങ്കിൽ ഒരു ദൈവമുണ്ടായിരുന്നു, അവരെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി മുകളിലുണ്ടായിരുന്നു. ആ ശക്തിയുടെ പേരാണ് അത്യുന്നതനായ നമ്മുടെ കർത്താവിന്റെ ശക്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ രാജാക്കന്മാരുടെ ഹൃദയം ദൈവത്തിന്റെ കയ്യിൽ എങ്ങനെ ഇരിക്കുന്നു? നീർച്ചാലുകളെ പോലെ ഇരിക്കുന്നു. സ്തോത്രം. അവരെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ദൈവമാണ്, അവരെ നിർത്തിയിരിക്കുന്നത് നമ്മുടെ ദൈവമാണ്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അത്
ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുകയില്ല. കർത്താവ് എന്തിനു വേണ്ടി മനുഷ്യനെ നിർത്തി, എന്തിനു വേണ്ടി രാജാവിനെ എഴുന്നേൽപ്പിച്ചു? സ്തോത്രം, ഹല്ലേലൂയ. എന്തിനു വേണ്ടി ഈ ഫറവോൻ അവിടെ നിർത്തിയിരിക്കുന്നു? ഓരോ പ്രാവശ്യം മോശ ഓരോ അത്ഭുതങ്ങൾ, 10 ബാധകൾ, ഓരോ അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും ഈ മനുഷ്യന്റെ ഹൃദയം കഠിനപ്പെട്ട് വരികയാണ്. ദൈവം പറയുന്നു, എൻ്റെ ശക്തി അവന് വെളിപ്പെടണം, ഞാൻ ആരാണെന്ന്, എൻ്റെ നാമം ഈ ലോകം മുഴുവനും അറിയണം. നമ്മുടെ ദൈവത്തിൻ്റെ പദ്ധതി അതാണെന്നേ, ദൈവത്തിൻ്റെ ഇഷ്ടം അതാണെന്നേ. ഹല്ലേലൂയ. നമ്മളാണ് ഒതുങ്ങിക്കൂടി പോകുന്നത്. പക്ഷെ ദൈവം തൻ്റെ നാമം ലോകം മുഴുവനും, ദേശം മുഴുവനും, സകല മനുഷ്യരും അറിയണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവൻ രാജാക്കന്മാരുടെ ഹൃദയത്തെ നിയന്ത്രിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഒന്നും കൂടെ ഞാൻ ആഴമായി പാട്ട്, നമ്മളെയും നിയന്ത്രിക്കുന്നത് ആ ദൈവമാണ്. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് പോകാതെ, ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിന്റെ വഴിയിലേക്ക് വരുമെങ്കിൽ ദൈവം എനിക്ക് ആ വാക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ദൈവം എന്ത് ചെയ്യുന്നു? സദൃശവാക്യം 21:1 വായിച്ചേ. ഹല്ലേലൂയ. യെസ്. തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്കെല്ലാം അവൻ അതിനെ തിരിക്കുന്നു. എനിക്ക് ആ വാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദൈവം എന്ത് ചെയ്യുന്നു? അതിനെ തിരിക്കുന്നു. രാജാക്കന്മാരുടെ ഹൃദയത്തെ തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ രാജാക്കന്മാർ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചലിക്കുവാനായി തുടങ്ങുമ്പോൾ ദൈവം അതിനെ തിരിക്കും. അങ്ങനെയല്ല, ഞാൻ എൻ്റെ കൽപ്പന ഇല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയണം. സകലത്തെയും സൃഷ്ടിച്ചവനും സകലത്തെയും ഭരിക്കുന്നവനും സകലത്തിൻ്റെയും ഉടയവനുമായത് നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. നമ്മൾ പാടിയത്, അത്യുന്നതൻ നീ, അങ്ങെപ്പോലെ വേറെ ആരുമില്ല, അങ്ങെപ്പോലെ വേറെ ആരുമില്ല. അങ്ങാണ് സകലവും നിയന്ത്രിക്കുന്നത്. രാജാക്കന്മാരെ നിയന്ത്രിക്കുന്നത്, രാജ്യങ്ങളെ നിയന്ത്രിക്കുന്നത്, ദേശങ്ങളെ നിയന്ത്രിക്കുന്നത് എല്ലാം ദൈവമാണ്. ദൈവമാണ് അതിനെ തിരിച്ചുവിടുന്നത്. എനിക്ക് ആ വാക്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു. തിരിച്ചുവിടുക, അല്ലേ? ഹല്ലേലൂയ. ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവത്തിന് ഇഷ്ടമുള്ള ഇടത്തേക്കെല്ലാം അവൻ അതിനെ തിരിക്കുന്നു. ഹല്ലേലൂയ. ഇഷ്ടമുള്ളിടത്തേക്കെല്ലാം ദൈവത്തിന്റെ ഇഷ്ടമാണ് നിവർത്തിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടമേ നടക്കാൻ പാടുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഓരോ സംഭവങ്ങൾ കേൾക്കുമ്പോൾ, കർത്താവേ, ഇതെന്താ ഇങ്ങനെ? ദൈവത്തിന്റെ ഇഷ്ടമാണ് നടക്കുന്നത്. രാജാക്കന്മാരിലൂടെ ദൈവം തന്റെ ഇഷ്ടത്തെ വെളിപ്പെടുത്തുന്നു, ദൈവഹിതം വെളിപ്പെടുത്തുന്നു. കാരണം അവരെ നിർത്തിയതാരാ? ദൈവമാണ്. അധികാരികളെ നിർത്തുന്നതും വീഴിക്കുന്നതും അവരെ വീണ്ടും കൊണ്ടുവരുന്നതെല്ലാം ആരുടെ? ദൈവത്തിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. ശൗലിനെ മാറ്റി ദാവീദിനെ കൊണ്ടുവന്ന ദൈവത്തിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. ദൈവമാണ് ശൗലിനെ തെരഞ്ഞെടുത്തത്. ശരിയാ, ശൗലിനെ തെരഞ്ഞെടുത്തത് ദൈവമാണ്. ശൗലിന്റെ വിളി ഭയങ്കരമായിരുന്നു. കഴുതകളെ അന്വേഷിച്ചു പോയവനായിരുന്നു ശൗൽ എന്ന് പറയുന്നവൻ. അപ്പന്റെ കഴുതകളെ അന്വേഷിച്ചു പോയ പാരമ്പര്യമേ അവനുള്ളൂ. പക്ഷേ അപ്പന്റെ കഴുതകളെ അന്വേഷിച്ചു പോയവൻ തിരിച്ചു വരുന്നത് രാജാവിന്റെ അഭിഷേകത്തോടെയാണ്. രാജാവിന്റെ അഭിഷേകത്തോടെ. ദൈവമാണ് ശൗലിനെ രാജാവായി കണ്ടത്. അതേ ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കിയതും ദൈവം തന്നെയാണ്. അവിടേക്ക് ദാവീദിനെ കൊണ്ടുവന്നതും ദൈവമാണ്. ദാവീദിനെ തെരഞ്ഞെടുത്തതും ആരെന്നെയാണ്? ദൈവമാണ്. അപ്പോൾ രാജാക്കന്മാരുടെ ഹൃദയം നീർച്ചാൽ കണക്കെ ദൈവത്തിന്റെ കയ്യിലിരിക്കുകയാണ്. ദൈവത്തിന് ഇഷ്ടമുള്ളിടത്തേക്ക് ദൈവം ചെയ്യുന്നു, അതിനെ തിരിച്ചുവിടുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ കരത്തിൽ നീ അമർന്നിരിക്കുന്നുവെങ്കിൽ, യേശുവിന്റെ പാദപീഠത്തിൽ നീ അമർന്നിരിക്കുന്നുവെങ്കിൽ, യേശു നിന്നെ ഹല്ലേലൂയ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകും. അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നെ കൊണ്ടുപോകും. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ്, ഹല്ലേലൂയ, നമ്മൾ റോമലേഖനം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കണ്ടു, ഫറവോനെ നിർത്തിയത് ദൈവമാണ്. എന്തിനു വേണ്ടി? നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിനും ഞാൻ അവനെ നിർത്തിയിരിക്കുന്നു. ഇനി അതിൻ്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവനെ അവൻ കഠിനനാക്കുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഞാനൊരു കാര്യം തുറന്നു പറയാം, ദൈവത്തെ പഠിപ്പിക്കുവാൻ നാം ആരും ആളുകളല്ല. ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവം തനിക്കിഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു, തനിക്കിഷ്ടമുള്ളിടത്തേക്ക് തിരിക്കുന്നു എന്ന് വചനം പറയുന്നത്.
ആ ദൈവത്തെ പഠിപ്പിക്കുവാൻ മനുഷ്യനായ നാം എത്രത്തോളമുണ്ട്? ദൈവത്തിൻ്റെ പദ്ധതികളെ പഠിപ്പിക്കും. ദൈവത്തെ പഠിപ്പിക്കുവാൻ നാം ആരാണ്? ഹല്ലേലൂയ. ദൈവം തൻ്റെ ഇഷ്ടത്തെ നിവർത്തിക്കുന്നു. അവിടെ നാം വായിച്ചത് എനിക്ക് കരുണ തോന്നണമെന്നോട് ഞാൻ കരുണ തോന്നുന്നു. ഹല്ലേലൂയ. 12-ാം വാക്യം. തനിക്ക് മനസ്സുള്ളവനെ അവൻ എന്ത് ചെയ്യുന്നു? കഠിനനാക്കുന്നു. അതെല്ലാം പ്രവർത്തിക്കുന്നത് ദൈവം തന്നെയാണ്. ആ ദൈവത്തെ ചോദ്യം ചെയ്യുവാൻ നമുക്കാർക്കും അവകാശമില്ല. ഹല്ലേലൂയ. ആ ദൈവത്തെ ചോദ്യം ചെയ്യുവാൻ നമുക്ക് ആർക്കും അവകാശം. കാരണം ദൈവത്തിൻ്റെ കയ്യിലാണ് രാജാക്കന്മാരുടെ ഹൃദയം ഇരിക്കുന്നത്. തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്കെല്ലാം ദൈവം എന്ത് ചെയ്യുന്നു? അതിനെ തിരിച്ചു വിടുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ വേറെ നീ ദൈവത്തോട് ചോദ്യങ്ങൾ, അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കാതെ, കർത്താവേ എന്നെ ഏൽപ്പിക്കുന്നു, അവിടുത്തെ ഇഷ്ടം എന്നിൽ നിവർത്തിക്കണമേ എന്ന് പറഞ്ഞ് നിന്നെ ഏൽപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നിന്നെയും ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകും. ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുപോകും. ദൈവത്തിന് ഇഷ്ടമുള്ളത് നിന്നിൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ. അത് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറുവാൻ എൻ്റെ ജീവിതത്തെ അവിടുത്തെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഹൃദയത്തെ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ജീവിതത്തെ ഏൽപ്പിക്കുക തന്നെയാണ്. നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് ഇഷ്ടമുള്ളിടത്തേക്ക് ദൈവം തിരിക്കട്ടെ. പക്ഷേ നിങ്ങൾ സദൃശവാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ള വാക്യം കൂടെ വായിക്കാൻ ചേർന്ന് അതിൻ്റെ താഴെ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കാൻ കഴിയുന്നത് 21-ന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മനുഷ്യന്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു, യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. പക്ഷെ ഒരുവിധം മനുഷ്യന്മാർ പറയുന്നത് നമ്മുടെ വഴി ചൊവ്വയായ വഴിയാണ്. ഇതിലെന്താ കുഴപ്പമുള്ളത്? ഇതിലെന്താ പ്രശ്നം? പക്ഷേ അതിൻ്റെ ഇന്നൊരു വാക്യം മുകളിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 20-ന്റെ 24-ാം വാക്യം. മനുഷ്യന്റെ ഗതികൾ യഹോവയാൽ നിയമിക്കപ്പെടുന്നു, പിന്നെ മനുഷ്യനെ തൻ്റെ വഴി എങ്ങനെ ഗ്രഹിക്കാം? സ്തോത്രം. യഹോവയാൽ നിയന്ത്രിക്കപ്പെടുകയാണ്. മനുഷ്യന്റെ വഴി യഹോവയാൽ നിയന്ത്രിക്കപ്പെടുന്നു. ഹല്ലേലൂയ. ഇനി നമ്മൾ സദൃശവാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്ന ഇനിയൊരു ഭേദഭാഗമുണ്ട്. സ്തോത്രം. അത് 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 14-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. ചിലപ്പോൾ ഒരു വഴി മനുഷ്യനെ ചൊവ്വയായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികളത്രേ. ചിരിക്കുമ്പോൾ തന്നെയും ഹൃദയം ദുഃഖിച്ചിരിക്കാം, സന്തോഷത്തിന്റെ അവസാനം ദുഃഖവുമായിരിക്കാം. ഹല്ലേലൂയ. ഹൃദയത്തിൽ വിശ്വാസദാഹമുള്ള തന്റെ നടപ്പിൽ മടുപ്പ് വരും. അപ്പോൾ നോക്കിക്കേ, നമ്മൾ ഇങ്ങനെ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നുവെങ്കിൽ ദൈവം ചൊവ്വയായി നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടുപോകും. ഹല്ലേലൂയ. ദൈവം നടത്തേണ്ട ദൈവ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു പദ്ധതി ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും നാം തിരഞ്ഞെടുക്കുന്ന വഴി ചൊവ്വയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ. പലരും തിരഞ്ഞെടുക്കുന്ന വഴി ചൊവ്വയായി അവർക്ക് തോന്നും, പക്ഷേ അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ. എന്നാൽ ദൈവത്തിൻ്റെ കരത്തിലേക്ക് നിന്റെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ദൈവം നിന്റെ ജീവിതത്തെ ഡൈവേർട്ട് ചെയ്ത് ആ ദൈവത്തിന് ഇഷ്ടമുള്ളിടത്തേക്ക് തിരിച്ച് ദൈവിക പദ്ധതിയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും. രാജാക്കന്മാരുടെ ഹൃദയം ആരുടെ കയ്യിലിരിക്കുന്നത്? ദൈവത്തിൻ്റെ കയ്യിലാണ്. തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് എല്ലാം ദൈവം എന്ത് ചെയ്യുന്നു? അതിനെ തിരിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ സംഭവിക്കുന്നതെല്ലാം ദൈവഹിതപ്രകാരമാണ്. ഹല്ലേലൂയ. ദൈവമാണ് ഈ ഭൂമിയുടെ, ദൈവമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ, ദൈവമാണ് സകലത്തെയും ഭരിക്കുന്നവൻ, സകലത്തെയും വാഴുന്ന ദൈവമാണ്. ദൈവിക പദ്ധതിയിലൂടെയാണ് സകലവും പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് രാജാക്കന്മാരായാലും ശരി, ഏത് അധികാരികളായാലും ശരി, അവരെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പദ്ധതി അല്ലെങ്കിൽ ദൈവ ഇഷ്ടം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കാമോ? ഹല്ലേലൂയ.
നിനക്ക് ചൊവ്വായി തോന്നുന്ന പല വഴികളുടെയും അവസാനം മരണമാണ്. ഹല്ലേലൂയ. മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന വഴികളെല്ലാം അതിൻ്റെ അവസാനം മരണം വഴികളെന്ന് വചനം പറയുന്നു. അവിടെ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, തെരഞ്ഞെടുപ്പ് നല്ല ഗംഭീരമായി തെരഞ്ഞെടുത്തു, ആരംഭമൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ അവസാനത്തിലേക്ക് പോകുന്നതോറും അത് മരണത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യമായി മാറിയെന്നാൽ ഇന്ന് നിന്റെ ജീവിതം ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ദൈവം അതിനെ തനിക്കിഷ്ടമുള്ളിടത്തേക്ക് തിരിച്ചു കൊണ്ടുപോകുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. യേശുവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? യേശുവേ, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തെ ഒന്ന് നിയന്ത്രിക്കുമോ? എൻ്റെ ജീവിതത്തെ ഒന്ന് നിയന്ത്രിക്കണമേ കർത്താവേ. എൻ്റെ വഴികൾ ചൊവ്വയായി മാറുവാൻ അങ്ങയുടെ കരത്തിലേക്ക് എന്നെ സമർപ്പിക്കുന്നു. എത്ര പേർ ഇന്ന് സമർപ്പിക്കുന്നു? ആരെ ചോദ്യം ചെയ്യാതെ ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് അനുസരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിന്നെ ഹല്ലേലൂയ യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്, ഒരു കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. കാരണം സകലത്തെയും ഭരിക്കുന്നത് നമ്മുടെ കർത്താവാണ്. ഫറവോനെ നിർത്തിയത് കർത്താവാണ്. കർത്താവിൻ്റെ നാമത്തെ വെളിപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ ശക്തി അവനിൽ വെളിപ്പെടുത്തുവാൻ അവനെയും നിർത്തിയത് നമ്മുടെ ദൈവമാണ്. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. നിന്റെ ജീവിതം നന്നായി മുൻപോട്ട് പോകുവാൻ, പ്രൈസ് ദി ലോർഡ്, നിന്റെ ജീവിതത്തെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുവാൻ അത് ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഈ ലോകത്തിൽ ഒരു ശക്തിക്ക്, ഒരു മനുഷ്യനോ കഴിയില്ല. നിന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. സർവശക്തനായ ദൈവത്തിൻ്റെ കരത്തിലേക്ക്, ആ യേശുവിൻ്റെ കരത്തിലേക്ക് എന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ. സർവശക്തനായ യേശുവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തേ. യേശുവേ, എൻ്റെ ജീവിതത്തെ അങ്ങ് നിയന്ത്രിക്കണമേ. ഞാനല്ലപ്പാ. ഹല്ലേലൂയ. ഞാൻ തിരഞ്ഞെടുത്ത വഴി ഒരു പക്ഷേ ചൊവ്വയായി എനിക്ക് തോന്നുമെങ്കിലും പ്രൈസ് ദി ലോർഡ്, അങ്ങാണ് അതിൻ്റെ ഗതികൾ നിയന്ത്രിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കും. അതുകൊണ്ട് ഇന്ന് എൻ്റെ ജീവിതത്തെ അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചേ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചേ ദൈവത്തിനോട്, യേശുവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തെ കർത്താവ് നിയന്ത്രിക്കണമേ. അവിടത്തേക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് തിരിക്കണമേ. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിവർത്തിക്കണമേ. ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചേ. ഹല്ലേലൂയ.